നീ സർജറി എന്ന് കണ്ടിട്ടുണ്ടോ? ഒരു വീഡിയോ ഞാൻ കണ്ടു. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിനകത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഡോക്ടർ അകത്ത നമ്മളെ ഓപ്പറേഷൻ ചെയ്യാൻ നമ്മൾ വെളിയിൽ നിൽക്കുകയാണല്ലോ. ഞാൻ ഒരു വീഡിയോ ഒരുത്ത മറ്റേ ചുറ്റിക എടുത്തില്ലേ, മറ്റേ സ്റ്റീൽ റോഡ് ഇങ്ങനെ നമ്മൾ മറ്റേ അവിടെ ഇട്ട് ഫീൽഡിലിട്ട് അടിക്കുന്ന പോലെ കമ്പിക്കിട്ട് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് നമ്മൾ മറ്റേ ചെയ്യത്തില്ലടാ എല്ലാം. അതുപോലെ അവിടെ ഒരുത്തൻ കിടക്കും, അവിടെ അവരറിയുന്ന പോലെ ഇല്ല. ഇതിന്റെ അകത്ത് ഇതൊക്കെയാണ് നടക്കുന്നത്, അടിച്ച് പൊട്ടിച്ചൊക്കെ കിടക്കുന്നത്. നമ്മൾ മറ്റേ ഇത് സപ്പോർട്ടൊക്കെ വെച്ച് അടിക്കത്തില്ലേ, ചിസലൊക്കെ വെച്ച്, അതുപോലെ സ്റ്റീൽ കമ്പി കാലിൻ്റെ അകത്തോടെ അടിച്ചൊക്കെ ഇറക്കുക. നമ്മൾ വിചാരിക്കുന്നുണ്ട് എല്ലാരും ഇങ്ങനെ ലേസറൊക്കെ അടിച്ച് ഇങ്ങനെ മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ച് ഇങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. ഇവന്മാരകത്ത് എന്റെ അടിച്ച് പൊളിക്കുകയല്ല. ഞാനപ്പോ നമ്മൾ വെളിയിൽ നിന്ന് ഡോക്ടർ പുള്ളിക്ക് ഇതെല്ലാം മറ്റേ MBBS ഒക്കെ പഠിച്ച് പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും. മോങ്കറയും കുട്ടിച്ചാത്ത അകത്ത് മാറ്റി ഇതാ വിറച്ച് കേട്ട നടക്കുന്നത്. ഒക്കെ എടുത്താ മുറിക്കുന്നത്. നമ്മളെന്നാ വിശ്വസിച്ചല്ലേ. വേറൊരു ഇത് അങ്ങനെ ആരോ എന്തോ ചെറിയൊരു സർജറിക്ക് വേണ്ടി ഏതോ രാജ്യത്ത് പോയി സർജറി ചെയ്തു. എന്തോ അപ്പൊ സർജറി കഴിഞ്ഞ് തിരിച്ചു വന്നു. കുറെ നാളെ കഴിഞ്ഞ് പോയപ്പോ വേറെന്തോ കാര്യത്തിന് വേണ്ടി ആശുപത്രി പോയി അവർ ചോദിക്കാം, നിങ്ങൾക്ക് എത്ര നാൾ തൊട്ടാ ഏതായി 2 എണ്ണം ഉള്ളത്? കിഡ്നി ആണോ? ഏതല്ലേ കിഡ്നി അല്ലേ അടിച്ചുകൊണ്ട് പോകുന്നത്? നിങ്ങൾക്ക് എത്ര നാളായിട്ടോ ഒരു കിഡ്നിയോ ഉള്ളത്? ഒരു കിഡ്നി അന്ന് പണ്ട് മറ്റേ ലാഭിക്കാൻ വേണ്ടി ഏതോ സ്ഥലത്ത് പോയി ചെയ്ത് അവന്മാരൊരു കിഡ്നി അങ്ങ് അടിച്ചുകൊണ്ട്. നമ്മൾ എന്നാ ധൈര്യത്തില്ല അവൻ അനസ്തേഷ്യം കുത്തി കയറി പോകുന്നത്. അല്ല അത് ശരിയാ. ഇപ്പൊ പല സിനിമക്കകത്തുണ്ടല്ലോ അങ്ങനെ, ജോസഫിനകത്ത് ഇതൊക്കെ ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ബാക്കി എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എങ്ങനെ അറിയാന്? ഉമ്മാരെ റീഫർബിഷ് ചെയ്തെടുത്താലും ഉമ്മാരെ തുന്നി കേട്ടി എല്ലാം ഒക്കെ ഇവർക്ക് അറിയാം എന്താന്നേലും കുറച്ച് നാളോട് ഇത് എന്തായാലും ഓടും. ശരി, എന്താ എല്ലാവരും വിശ്വാസം. ഈ സാധനത്തിനൊക്കെ എന്നാ വില? കിഡ്നി, ലിവർ, നമ്മൾ അതൊക്കെയാ ചുമ്മാ ഇങ്ങനെ തിന്നു പിടിച്ച് കളയുന്നു. അകത്ത് തന്നെ ആയിരിക്കുമല്ലേ സംഭവിക്കുന്നത്, നശിച്ചിരിക്കും. മറ്റേ നമ്മുടെ മറ്റേ പഴയ ഈ എഞ്ചിൻ ഓയിലൊക്കെ തീർന്ന വണ്ടി പോലെ ആയിരിക്കും. ചുമ്മാ മറ്റേ പക്ക ഹെൽത്തി ആയിട്ടുള്ളവർ മറ്റേ എഞ്ചിൻ ഓയിൽ കാസ്ട്രോളിൽ ഓയിലൊക്കെ എഴുതി നല്ല ഒരു പ്രശ്നമില്ലാതായിരിക്കും. ഇതുവരെ ചെയിൻ ടൈറ്റ് ലൂസായി ഇതൊക്കെയായി ബ്രേക്ക് ഫ്ലൂയിഡും ഇല്ല, ഒന്നുമില്ല. ചിലപ്പോ ഇടയ്ക്ക് കഷ്ടപ്പെടുമായിരിക്കും. മറ്റേ മഴയത്ത് സ്റ്റാർട്ടാക്കുന്ന പോലെ നമുക്ക് രാവിലെ എണ്ണിക്കാനൊക്കെ കിക്കറൊക്കെ അടിച്ച് സ്റ്റാർട്ടാവും. കാപ്പിയൊക്കെ കുടിച്ചാലേ ഓണാകത്തുള്ളൂ. അതാണ് പ്രശ്നം. അതാ എല്ലാം കറുത്ത സാധനം അകത്തോട്ട് പോയാലേ ഓണാകത്തുള്ളൂ. അയ്യോ, ഞാൻ ആലോചിക്കുന്നുണ്ട് ഫുൾ ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്താലോ. നല്ലതായിരിക്കും. അപ്പൊ അറിയാൻ പറ്റും. അപ്പൊ അറിയാം എത്ര നാളുള്ളത് ഇനി ബാക്കി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അധികാറുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നീ വേറെ അപ്പച്ചന്മാരെ കണ്ടു, ഡെയിലി അടിയായിരിക്കും, ഡെയിലി വലിയായിരിക്കും. 100 വയസ്സ് വരെയൊക്കെ ജീവിക്കും ഉമ്മാരൊക്കെ. പണ്ട് അന്ന് ഞാൻ പറഞ്ഞില്ലേ, പണ്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഭയങ്കര സ്ട്രോങ് ആണ്. എനിക്ക് തോന്നുന്നു ഫുഡിന്റെ ഒക്കെ ആയിരിക്കും. ഫുഡ് പിന്നെ അത്ര ഫുഡില്ല, പിന്നെ ക്യാബൊന്നും ഇല്ലല്ലോ, നടന്നൊക്കെയാ പോകുന്നത്. അതിന്റെ ഒന്നല്ലടാ, ഇവർക്ക് മറ്റേ മായമുള്ള സാധനമൊന്നും ഇല്ലായിരുന്നല്ലോ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവര് മറ്റേ ഇപ്പൊ ചോറ് കഴിക്കുകയാണെങ്കിലും അവര് തന്നെ കൊയ്ത് അവരെന്നെ ഇതെടുത്ത്. എടാ ഈ വെളിരാജ്യത്തിലൊക്കെ എല്ലാം ഓർഗാനിക് സാധനങ്ങളൊക്കെ അമ്മാരതൊക്കെ കഴിക്കത്തുള്ളൂ. ഇവിടെ നമ്മളെ അതങ്ങനെ ഇവിടെ ഒരു ഓർഗാനിക് സാധനം നിനക്ക് വേണമെങ്കിൽ ഇരട്ടി പൈസ കൊടുക്കും. അതാ അവിടെ പക്ഷെ അങ്ങനെ ഒരു സാധനമേ ഇല്ല. അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമില്ല അവരെ വെച്ച് നോക്കുമ്പോ. അവിടെ അങ്ങനെ പന്ന സാധനം ഇല്ല. ഇവിടെ ഓർഗാനിക് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ബ്രാൻഡ്. ഇത് ഓർഗാനിക് കോഴി, ഇത് ഓർഗാനിക് ഇറച്ചി, ഇത് മുട്ട, അതിന് ഇരട്ടി വില. ഓർഗാനിക് വേണമെങ്കിൽ കൂടുതൽ പൈസ കൊടുക്കണം. അതൊക്കെ മാറ്റണം അല്ലേ, ഹെൽത്തി അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യണ്ടേ. എടാ ഇവിടെ ഇപ്പം നമ്മൾ ചെല്ലുമ്പം 20 രൂപയുടെ സാധനം വേറെ ഒരു നല്ല സാധനമുണ്ട്, അത് 10 രൂപയ്ക്ക് അതിൻ്റെ പോലത്തെ ഒരു സാധനം കണ്ട് നമ്മളാ 10 രൂപയുടെ അല്ലേ മേടിക്കത്തുള്ളൂ. അല്ല അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഇച്ചിരി പൈസ കൊടുത്തിപ്പോൾ പൈസ കൂടുതലാണെങ്കിലും പ്രശ്നമില്ല. ബാക്കി ഈ ലോ ക്വാളിറ്റി വരുന്ന സാധനങ്ങളൊക്കെ അങ്ങ് ബാൻ ചെയ്യണം. ഇപ്പം തന്നെ എന്തോരം ഈ മറ്റേ ജ്യൂസസ് അതും ഇതും ഒക്കെ നമ്മുടെ ഇവിടെ കുടിക്കുന്ന സാധനങ്ങളും പുറത്ത് നമ്മളിപ്പം അന്ന് ദുബായി പോയി, എടാ ഇവിടെ കുടിക്കുന്ന കൊക്കോകോള അവിടുത്തെ കൊക്കോകോള തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ഇവിടെ ചുമ്മാ പഞ്ചസാര അവിടെ നമുക്ക് ആ ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം. ഞാൻ അവിടുന്ന് മൗണ്ടൻ ഡ്യൂ ആണെങ്കിലും ഏത് സോഫ്റ്റ് ഡ്രിങ്ക് ആണെങ്കിലും അവിടെ അതും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, അതും ബാഡായിരിക്കും. പക്ഷെ
ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ട് ഭയങ്കര വ്യത്യാസം. നമുക്കത് ആ ഒരു സിപ്പ് എടുക്കുമ്പോ നമുക്ക് അതിന്റെ വ്യത്യാസം ഇവിടുന്ന് ഒരാൾ കൂടി ആ കുപ്പി തന്നെ ഉണ്ട് വ്യത്യാസം, ആ പ്ലാസ്റ്റിക്കിലുണ്ട് വ്യത്യാസം. അവിടുത്തെ മുട്ടായി ഇവിടുത്തെ തരുന്ന മുട്ടായി അവിടുത്തെ സെയിം മുട്ടായി ആയിരിക്കും, പക്ഷെ ട്വിക്സ് വെളിയിൽ നിന്നുള്ള ഒരു ട്വിക്സ് വേറൊരു രാജ്യത്തുള്ള ട്വിക്സ് ഇവിടെ ഉള്ള ട്വിക്സ് എന്തോ വ്യത്യാസമാണെന്ന് അറിയും. നമുക്ക് ഇവിടുത്തെ പക്ഷെ തിന്നുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് ഭയങ്കര മധുര, നമുക്ക് എന്തോ തടി കൂടിയ പോലെ തോന്നും. പക്ഷെ അത് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ഇപ്പൊ തന്നെ അവൻ കൊണ്ടുവന്ന മുട്ടായി കഴിക്കും. അതെ, ഞാനത് കഴിച്ചതിന്റെ കാര്യം പറഞ്ഞത്. ഞാൻ ട്വിക്സ് ഒരെണ്ണം കഴിച്ചു, ഇത്ര ഉള്ള ട്വിക്സ് കഴിച്ചു, എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം തോന്നില്ല. പക്ഷെ ഇവിടുത്തെ ഒരു മുട്ടായി നമുക്ക് മനസ്സിലാവും എന്തൊക്കെ എവിടെയൊക്കെ ചാടുന്നുണ്ട്, ഇങ്ങനെയൊക്കെ മനസ്സിലാവും. തന്നെയല്ല അവര് മറ്റേ അവരുടെ ഈ കണ്ടൻസിനകത്ത് എഴുതിയേക്കുന്ന സാധനങ്ങൾ കറക്റ്റ് ആയിരിക്കും. ഇവിടെ ഒരു ലിസ്റ്റ് കാണും ഇത്ര സാധനമുണ്ട്, അവന്മാർക്ക് ആയ ഒരു കുറച്ച് ഐറ്റംസ് ഒക്കെ എല്ലാം ഓരോ കെമിക്കൽ ഇട്ട് അങ്ങ് ഇട്ടേക്കുക. നമ്മള് ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും ഒന്ന് യാത്രയൊക്കെ ചെയ്താലേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ എല്ലാരും. ഇപ്പം പക്ഷെ എനിക്ക് തോന്നുന്നു യഥാർത്ഥ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതാ, നമ്മളെ എല്ലായിടത്തും പോയി ഒന്ന് വരുമ്പോഴേ നമുക്ക് പൾസ് മറിച്ച്. നമ്മളിപ്പോ ഇവരെല്ലാം കളിയാക്കാൻ പറഞ്ഞ പോലെ ഈ 100% ലിറ്ററസി എന്ന് പറഞ്ഞാൽ 6ാം ക്ലാസ് 7ാം ക്ലാസ് വരെ എങ്ങാണ്ട് എഴുതാനും വായിക്കാനും അറിയാം, വേറൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യാനും അറിയാം. അതെ, അല്ല വേറെ നമുക്ക് യഥാർത്ഥ അറിവ് എന്നാന്ന് അറിയണ സത്യം പറഞ്ഞാൽ എല്ലായിടത്തും പോയി മറ്റേ റോഡിലൊക്കെ കിടന്നൊക്കെ വന്നാലേ അത് പഠിക്കാൻ പറ്റത്തുള്ളൂ. യാത്ര ചെയ്യുന്നത് ഒരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ. കാരണം ഇപ്പം ഞാൻ തന്നെ പുറത്ത് അവിടെ പോയത് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു എക്സ്പീരിയൻസ് കിട്ടും അവിടെ. അപ്പം ഇങ്ങനെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്, ഇങ്ങനെയും ജീവിക്കാം. നമ്മളിങ്ങനെ ജീവിച്ചാൽ പോരാ, നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. നമുക്ക് അർഹിക്കുന്നുണ്ട് ഇനി നല്ല കാര്യങ്ങൾ, ഇവർക്ക് കിട്ടുന്നുണ്ട് പക്ഷെ നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ എല്ലാം ആൾക്കാർ ഉപയോഗിച്ച് മറ്റേ കളയുന്ന സാധനമാണ് ഇവിടെ പുതിയതായിട്ട് മേടിക്കുന്നത്. കാറ് തന്നെ നോക്കിയാൽ മതി, ഇവിടെ ഇറങ്ങുന്ന കാറുകൾ അവിടെ ഇറങ്ങുന്ന എന്തോ വ്യത്യാസം. സെയിം പേരായിരിക്കും പക്ഷെ ഫുള്ളി ഡിഫറെന്റ് ആയിരിക്കും. സേഫ്റ്റി ഫീച്ചേഴ്സ് ഉൾപ്പെടെ ഇവിടെ പൈസ കുറയ്ക്കാൻ വേണ്ടി എല്ലാം. എടാ ഇവിടെ പൈസ കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടികളുടെ വണ്ടികൾ എടുക്കുവാണെങ്കിൽ തന്നെ 200% കണ്ടോ ടാക്സ്. നീ വെളിയിൽ പോയി ഒരു കാറ് മേടിക്കുന്നോ ഇവിടെ ഒരു കാറ് മേടിക്കുന്ന എന്തോ വ്യത്യാസം. ലാൻഡ് ക്രൂസർ അല്ലേ, ലാൻഡ് ക്രൂസറിന് എനിക്ക് അവിടെ ഖത്തറിൽ എങ്ങാണ്ട് 80 ലക്ഷം രൂപ 90 എങ്ങാണ്ടേ ഉള്ളൂ. ലാൻഡ് ക്രൂസറിന് 80 ലക്ഷം രൂപ ഉള്ളൂ. പലിശയില്ല, ഈ ലോൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലിശ ഭയങ്കര കുറവാണ്. ഇവിടെ എത്ര 2.25 കോടി രൂപ എങ്ങാണ്ട. ആലോചിച്ച് നോക്കിയാൽ 200% കൂടുതൽ. ഇവിടെ ഒരു BMW എന്തെങ്കിലുമൊക്കെ കാണാൻ ഭയങ്കര പൈസ. അവിടെ അത്യാവശ്യം ഒരു ഇതാണ് തന്നെ നമുക്ക് നല്ല. അവിടത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഞ്ച് കൂടിയ വണ്ടികൾ എന്ന് പറഞ്ഞാൽ റോൾസ് റോയ്സ്, ഫെരാരി, BMW ഒന്നും അവിടെ ഒന്നും ഒരിതില്ല. ബെൻസും BM ഒക്കെ എന്ന് പറഞ്ഞാൽ അവിടത്തെ മറ്റേ നോർമൽ വണ്ടി. ടാക്സി ഇവിടുത്തെ മറ്റേ ഇതുണ്ടല്ലോ ഇന്നോവ ഹൈക്രോസ്, അവിടുത്തെ ടാക്സിയാ ഇന്നോവ ഹൈക്രോസ്. മറ്റേ ഇത് കൊറോള അല്ലല്ലോ, ക്യാമറി ഇവിടെ ഭയങ്കര വലിയ വണ്ടിയാ. ക്യാമറി അവിടെ ടാക്സിയാ. ഇന്നോവയൊന്നും ഇല്ല അവിടെ. ഹൈക്രോസ് ഫുള്ള് ടാക്സി. ഞാൻ വിയറ്റ്നാമിൽ പോയി, പക്ഷെ ഇന്നോവ ഉണ്ട് ഇഷ്ടം പോലെ. ഇന്നോവ ഉണ്ട്. അത് ടാക്സിയോ അതോ പ്രൈവറ്റ്? ടാക്സിയും ഉണ്ട് അല്ലാതെ ഇന്നോവ. പക്ഷെ എല്ലാ റൂട്ടിലും ഇന്നോവ അവിടെ. ഇന്നോവയും ഫോർച്യൂണറും ഒക്കെ അങ്ങനെ വളരെ കുറവാണ് പുറത്ത് GCC കൺട്രീസിൽ. കാരണം അവർക്ക് ഇവിടെ വിൽക്കുന്ന ലാഭം, അവർക്കും ടാക്സ് അത്രയും കൊടുക്കണ്ടേ. അതുകൊണ്ട് ഇപ്പൊ അവർക്ക് ഇന്ത്യയിൽ വന്നൊരു വണ്ടി വിൽക്കണമെങ്കിൽ ഇത്രയും ടാക്സ് കൊടുക്കണം. അപ്പൊ അവർക്കും മറ്റേ ലാഭമുള്ള കുറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കത്തുള്ളൂ. എന്തെങ്കിലുമൊക്കെ ചീപ്പാക്കിയാലും ലാഭം കിട്ടത്തുള്ളൂ. ഫോർഡ് എന്തോ നല്ല വണ്ടി ഇറക്കുന്നുണ്ട്. ആർക്കും വേണ്ട നല്ല വണ്ടി, ആർക്കും വേണ്ട. അതും റേറ്റും ഇല്ല. മറ്റു വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം റേറ്റ് കുറവായിരുന്നു. ഇവിടെ മാരുതി സുസുക്കി തന്നെ കിങ് എന്ന് പറഞ്ഞാൽ മൈലേജ് വേറെ ഏത് കമ്പനിയാണ് ഇത്ര മൈലേജ് 20, 17. പുറത്തൊക്കെ സ്വിഫ്റ്റ് പുറത്തൊക്കെ സ്വിഫ്റ്റ് ഒന്നും ഇല്ല, കുറവാ, ഭയങ്കര കുറവാ. ഡിസയറും കുറവാ. അവിടെ എല്ലാം മറ്റേ SUV ആ. അത് ഇവിടുത്തെ SUV എന്ന് പറയാൻ ഇവിടെ കോമ്പാക്ട് SUV. അവിടെ മറ്റേ പക്ക SUV ആ.
എൻ്റെ എന്നെക്കാട്ടിലും ഹൈറ്റുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. വണ്ടികൾ അവന്മാർക്ക് വണ്ടി പ്രാന്താ ആദ്യം പറഞ്ഞു കഴിഞ്ഞാല്. എന്തോ വണ്ടിയൊക്കെയാണെന്ന് അറിയോ, മൊത്തം മറ്റേ റോഡ് പ്രസൻസ് വണ്ടിയുടെ. എന്നിട്ട് അവന്മാർ സൈലൻസറൊക്കെ മാറ്റി അങ്ങോട്ട്. അവിടെ ഞാൻ അരന്തേട്ടനും പോയ സമയത്ത് അവിടെ മറ്റേ ഖത്തറിന്റെ ഇതുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഇതുപോലെ ഈ മൊത്തം വണ്ടികൾക്കകത്ത് ഇവരുടെ കൊടിയും കാര്യങ്ങളും വൻ പരിപാടിയാ. 99 വണ്ടിയാ അവന്മാര് കേസെടുത്തത്, റോഡിൽ പിറപ്പ് കാണിച്ചത്. 99 വണ്ടി. അതിനകത്ത് ഒരു വീഡിയോ ഉണ്ടാകുന്ന ഇൻസ്റ്റാഗ്രാമില്. ഒരു ടൊയോട്ടയുടെ മറ്റേ സുപ്ര ഉണ്ടല്ലോ, റോഡിനടക്ക് കിടന്ന അവന്മാര് മറ്റേ ബേണൗട്ട് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി എടുത്ത് മറ്റേ ഇതിനകത്തിട്ട് പൊടിച്ചു ആലോചിച്ച് നോക്കി. അത്രയും സ്ട്രിക്റ്റാ നിയമം അവിടെ, അത്രയും സ്ട്രിക്റ്റാ. ഇവിടെ എന്നാ പറയാ, ഇവിടെ കാക്ക തൂറിയാലും മറ്റേ സ്റ്റിക്കറാന്ന് പറഞ്ഞു. ചുമ്മാ ഇവിടത്തെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഇമാതിരി മറ്റേ സ്റ്റിക്കർ ഒട്ടിച്ചു, അതൊട്ടിച്ചു, ഇതൊട്ടിച്ചു എന്ന് പറഞ്ഞത്. പക്ഷെ അവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അവിടെ ക്യാമറയ്ക്കകത്ത് അടിക്കുന്നത് പറഞ്ഞാൽ നീ സ്റ്റിയറിംഗിന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ ക്യാമറ അടിക്കും, ഫോൺ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ക്യാമറ അടിക്കും. അങ്ങനല്ല, ഈ ലൈൻ റോഡ് റൂൾസ് തെറ്റിച്ചാൽ മാത്രമേ ഉള്ളൂ അവിടെ ഫൈനും കാര്യങ്ങളൊക്കെ. അല്ല വണ്ടിയുടെ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യുന്നതിന് അവിടെ അവന്മാര് ഫൈനൊന്നും അടിക്കുന്നില്ല. പിന്നെ എനിക്കൊന്നും വേറെ ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ എന്തോ സംതിങ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ അവിടെ പ്രത്യേകിച്ച് ഫൈനും കാര്യങ്ങളൊന്നും. പക്ഷെ എനിക്ക് മറ്റേ ബൈക്കിന്റെ സൈലൻസർ മാറ്റുന്നതോടൊന്നും എനിക്ക് താല്പര്യമില്ല. ഈ ഭയങ്കര വൃത്തികെട്ട സൗണ്ട് വരുന്ന ചിലത്. അതെന്താ അറിയോ, ഇടയ്ക്ക് ഈ ബുള്ളറ്റ് അങ്ങ് മറ്റേ ചവറായിരുന്നു ഓർമ്മ. എല്ലാവരും ഇടയ്ക്ക് ഒരു സമയത്ത് എല്ലാവരുടെ കയ്യിലും. എന്നിട്ട് അവന്മാര് ഈ സൗണ്ട് വെക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഷോർട്ട് ബോട്ടിൽ എന്ന് പറഞ്ഞിട്ട് ആ ഷോർട്ട് ബോട്ടിലിന്റെ ഇതെടുത്തിട്ട് അതിനകത്തെ മറ്റേ ചേംബർ കട്ട് ചെയ്തത്. അന്നേരം ഒരുമാതിരി അപരാധിച്ച സൗണ്ട്. എനിക്ക് ഭയങ്കര സൗണ്ട് ഉള്ള എനിക്ക് ഇഷ്ടമല്ല. ഭയങ്കര എന്റെ വണ്ടിയുടെ ഞാൻ സൈലൻസർ മാറ്റിയത്. അത് നൈസ് സൗണ്ട്. റെഡ് റൂസ്റ്റർ നൈസാ. അത് സൗണ്ട് അലമ്പ് സൗണ്ട് അല്ല, എന്നാ നൈസ് സൗണ്ട്. പക്ഷെ നമുക്ക് വണ്ടിയുടെ സൈലൻസ് അല്ലേ സൗണ്ട് ഉണ്ടേ സ്പീഡ് ഇച്ചിരി കൂടുന്ന പോലെ തോന്നും. ഇവന്റെ ഈ എക്സോസ്റ്റ് മാറ്റാത്ത വണ്ടി നമുക്ക് നോർമൽ ആയിട്ട് തോന്നും. പക്ഷെ സൗണ്ട് ഉണ്ട് നമുക്ക് ഇച്ചിരി കൂടെ സ്പീഡിൽ പോകുന്ന പോലെ നമുക്ക് തോന്നുന്നു. കൂട്ടാൻ തോന്നുന്നു നമുക്ക്. മറ്റേ നമുക്ക് പയ്യെ പോകാൻ പറ്റത്തില്ല. ഒച്ച കേൾക്കുമ്പോഴാണ് നമുക്ക് മറ്റേത് കേറി പൊട്ടിക്കാൻ തോന്നും. പിന്നെ അത് മാത്രമല്ല, ഈ പഴയ ബുള്ളറ്റിന്റെ സൗണ്ട് അതൊരു രക്ഷ. അത് അന്യായ സൗണ്ട്. അതൊക്കെ ഒരു മയമാണ്. നല്ല സൗണ്ടാ അതിന്റെ. അലന്ന സൗണ്ട് ഉണ്ട്. പിന്നെ ചിലവന്മാരുണ്ട് മറ്റേ ഈ സൈലൻസ് ഊരി വെച്ചിട്ട് അതിന് അന്നേരത്തെ സൗണ്ട് കേട്ടിട്ടുണ്ടോ? അലമ്പ് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എഞ്ചിനകത്തുനിന്ന് ഡയറക്റ്റ് തെള്ളുവായത്. എന്റെ ഒരു പ്രാവശ്യം ഇതുപോലെ ഈ സൈലൻസറിന്റെ മറ്റേ നട്ട് ഊരിപ്പോയി കേട്ടോ. അന്നേരം ഞാനിത് അവിടെ കൊണ്ട് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതല്ലെങ്കിൽ റോഡിൽ കിടന്ന് ഓരേയല്ലോ. ഞാൻ എന്തോ ഇത് ആ എൻ്റെ ഊരി ഞാൻ വിചാരിച്ചു ഈ സൈലൻസറിനകത്തുനിന്ന് സൗണ്ട് വരത്തുള്ളൂ എന്ന് വിചാരിച്ചു. ഈ സാധനം ഊരി കഴിഞ്ഞപ്പം മറ്റേ ഇതുപോലെ ആലെന്ന ഒരു സൗണ്ട്. അതും വെച്ചോടെ ഞാൻ അങ്ങ് വരെ പോയി, പന്തളത്തുനിന്ന് അടൂര് വരെ. അയ്യോ, അതിനുശേഷം പിന്നെ ഞാൻ അത് ഊരി കളഞ്ഞിട്ടില്ല. ഡയറക്റ്റ് ഇത് തള്ളുന്നത്. അത് കോളേജിൽ പഠിക്കുന്ന മറ്റേ എന്തെങ്കിലും പരിപാടി വരുമ്പോഴേ ഈ സൗണ്ട് ഒക്കെ മെക്കാണെങ്കിൽ മറ്റേ നമ്മുടെ റാലി ഉണ്ടല്ലോ, ഫോട്ടോഷോടൊക്കെ അടിച്ച് പൊട്ടിച്ച്. എൻ്റെ ഒരു ദിവസം ഞാനാണെങ്കിൽ ഞങ്ങളിതുപോലെ മറ്റേ ഫെസ്റ്റിന് മറ്റേ ബൈക്ക് എല്ലാവരും പോവാണ്. ഞാൻ തലേന്ന് 50 രൂപയുടെ പെട്രോൾ മേടിച്ചിട്ട് കയറി. ഇത് പോകുന്ന പെട്രോൾ തീർന്നു പോയി. ഞാൻ നൈസിനുണ്ട് സൈഡിലോട്ടൊക്കെ ഒതുക്കി. എന്നിട്ട് നോക്കിയത് പെട്രോള് തീർന്നു. വണ്ടിക്കകത്ത് പെട്രോളും കഴിഞ്ഞ് തീർന്നു. അയ്യോ, പക്ഷെ വണ്ടി മറ്റേ കത്താൻ തുടങ്ങി. ഇങ്ങനെ കത്തി പുകയൊക്കെ വരാതെ പഴുക്കും. ഇത് കത്തും ഈ സാധനം. ലിറ്ററലി വണ്ടി കത്താൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി ഇനിയും ചെയ്താ പണിയാണ്. കാരണം നമ്മൾ കുറച്ച് റേസ് ചെയ്ത് കഴിയുമ്പോ ഇത് മറ്റേ കരിഞ്ഞ സ്മെല്ല് വരും. ഭയങ്കര കരിയുന്ന സ്മെല്ല് വരും. ഇതേണ്ട ഇത് മറ്റേ അങ്ങനെ ഇതൊരു ഫെസ്റ്റിന്റെ ഇടയ്ക്ക് പൊള്ളിയതാ ഇത് ബുള്ളറ്റേല്. എന്റെ കാലും പൊള്ളിയതുകൊണ്ട് ഇവിടെ മറ്റേ അതിപ്പോ കാണത്തില്ല, പോയെന്ന് തോന്നുന്നു. ഇവിടെ എവിടെയോ ഉണ്ട്. കാലെല്ലാം ഒരേ കളറായോണ്ട് മനസ്സിലാവുന്നില്ല. ഈ സൈലൻസർ കൊണ്ട് കഴിഞ്ഞാൽ വിഷയമാണ്. എഞ്ചിൻ കൊണ്ടതാ ഇത്. എന്റെ ഉണ്ടല്ലോ ഇത്രയും ഭാഗം പഴുത്തളിഞ്ഞിരിക്കുകയായിരുന്നു. ഭയങ്കര സീനാണ്.
ഇതെനിക്ക് തോന്നുന്നു എന്തോ ഫെസ്റ്റിന് എന്തോ ആയിരുന്നു തോന്നുന്നു, ഇതുപോലെ സെക്കൻഡ് ഇയറിൽ എന്തോ അടിക്കുമ്പോഴാണ്. ഓയ്യോ അത് മറ്റേ സൗണ്ടുള്ള എൻ്റെ വണ്ടിയല്ല, വേറെ ആരുടെയോ വണ്ടി എടുത്തതാണ്. നിനക്ക് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടോ ബൈക്കേല്? ഒരു തവണ ഒറ്റ തവണ പറ്റിയുള്ളൂ. എനിക്കൊരു 2-3 തവണ പറ്റിയിട്ടുണ്ട്. എന്നെ ഒരു പാണ്ടി ലോറി ഇടിച്ച് തെറിപ്പിച്ചു. ഒരു ടിപ്പർ മിനി ലോറി ഇടിച്ച്, അത് സ്കൂട്ടർ ഇടിച്ച് തെറിച്ച് വിറ്റുകാതെ. അയ്യോ അടിച്ചു തെറിച്ച് പോയതാണ്. എടാ ഞങ്ങളും അങ്ങോട്ട് പിറപ്പ് കാണിച്ചു പോയതാണ്, ഫുൾ പിറപ്പ്. തിരിച്ചു വരാൻ നേരത്ത് മാന്യമായിട്ട് വരുക. എപ്പോഴും പറ്റുന്ന അതാ, മാന്യമായിട്ട് നേരെ കൊണ്ട് ജംഗ്ഷനാ. വണ്ടി നോക്കിയപ്പോ ഒരു എനിക്ക് സത്യം പറയും CID മൂസയൊക്കെ കാണുന്ന പോലെ എനിക്ക് തോന്നി. നേരെ 2 ലൈറ്റ് ഇങ്ങനെ വരും നമ്മളെ നേരെ. ഞാനും ഒരു ടൈറ്റാനിക്കിനകത്ത് ജാക്കർ റോസ് ഇല്ല, അവര് പോകുന്ന പോലെ ഞാൻ അവന്റെ പുറകിരിക്കല്ലേ, ഇവന്റെ ഫ്രണ്ട്. ഞങ്ങളിങ്ങനെ ഒട്ടി പോവാ, തെറിച്ചു പോവാ, ഇവരാ അടിക്കൂടെ വരഞ്ഞു പോകുന്നത്. ഞാൻ മേളില്ല, എനിക്കൊന്നും പറ്റുന്നില്ല. ഞാൻ ഇവരാടാ വല്ലതും പറ്റിയോ? എന്നാ ഒരാടാ ഒന്നും പറ്റിയില്ല. നോക്കിയപ്പോ ഒരു പല്ലി കുഴപ്പമൊന്നുമില്ല. സീനൊന്നും ഒരു കുഴപ്പമില്ല, ഒരു പല്ല് ഇങ്ങനെ ഇരിക്കും. എന്റെ അന്നേരം അറിയത്തില്ല, നമുക്ക് ഇതിൽ അറിയത്തില്ല. നമ്മൾ ഇടി ഉണ്ടാക്കണു സെയിൻസ് ചെയ്ത് നല്ല ഇടിയോ നമുക്ക് ഒന്നും തോന്നുന്നില്ല. കുറച്ചേരം കഴിയുമ്പോ അരങ്ങുമ്പോ എല്ലായിടത്തും വേദന. ആ ഒരു റഷില് നമുക്ക് വേറെ ഒന്നും അറിയുന്നില്ല. അപ്പൊ ഭയങ്കര എനർജി ആയിരിക്കും. കുറച്ചേരം കഴിയുമ്പോ അവിടെ ഇവിടെ എല്ലാം വേദന. എനിക്ക് ഇത് ആക്സിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ കാലത്ത് തന്നെ ആക്സിഡന്റ് ഉണ്ടായത്. അത് ഞങ്ങള് ഇതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പഞ്ചാബ് രജിസ്ട്രേഷൻ ഒരു ബുള്ളറ്റാണ്. മറ്റേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിറപ്പ് കാണിച്ചു പോകും. ഇത് എക്സാം എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ അവൻ്റെ വണ്ടി എടുത്തുകൊണ്ട് അവൻ്റെ വീട്ടിൽ കമ്പൈൻ സ്റ്റഡിക്ക് പോയത്. അവൻ്റെ വണ്ടി എടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാം. അപ്പം ഞാൻ മാന്യമായിട്ട് പോവാ, ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ അങ്ങനെ മാന്യമായിട്ട് ഇതുവരെ ബൈക്ക് ഞാൻ പോയിട്ടില്ല. അല്ലെങ്കിൽ മൊത്തം മറ്റേ സ്പീഡ്. വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പീഡ് പോകുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കും വണ്ടി. മറ്റേ പയ്യെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ല വണ്ടി. ഇതുപോലെ പയ്യെ ഇങ്ങനെ പോവാ കേട്ടോ. പയ്യെ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് ഒരു പിക്കപ്പാ, മഹേന്ദ്രയുടെ മറ്റേ പിക്കപ്പ് ഉണ്ടല്ലോ. ഇവരാണെങ്കിൽ ഇടത്തോട്ട് കയറ്റി വണ്ടി ഒതുക്കി നിർത്തിയേക്കുക. ഇതിന് സൗണ്ട് കൊണ്ട് എന്നാ പിന്നെ ഇത് സൗണ്ട് കൊണ്ട് ഞാൻ ഹോൺ അടിച്ച് ഞാനിപ്പോൾ ഇവൻ ഇടത്ത് നിർത്തിയില്ല. ഞാൻ അവൻ ഇടത്ത് നിർത്തിയപ്പോൾ ഞാൻ ഫ്രണ്ടിലോട്ടങ്ങ് കയറി. ഇയാള് ഇടത്ത് നിർത്തിയ വണ്ടി ഞാൻ ഫ്രണ്ട് എൻ്റെ ബോണറ്റിൻ്റെ അവിടെ ആയപ്പോഴത്തേക്ക് വലത്തോട്ട് ഒരു ഒറ്റ എൻ്റെ ഞാൻ ഇങ്ങനെ ബുള്ളറ്റും കൊണ്ട് നേരെ ഇങ്ങനെ നേരങ്ങി പോയി. പക്ഷെ എനിക്ക് ഇത് പറ്റിയത് ഈ കാലില്ല, ഇപ്പോഴും ഉണ്ട്, കുറ്റവും തിരിക്കാൻ പറ്റത്തില്ല. ചെറിയൊരു എപ്പോഴും ഒരു കാലം അതിൻ്റെ ഇടയിൽ പോവും, ഒരഞ്ഞങ്ങ് പോവും. അതും ഇങ്ങനെ ഒരഞ്ഞങ്ങ് പോവും. അപ്പൊ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പം എല്ലാം സ്ലോ മോഷനാവും. ഫുൾ ഒരു ആക്സിഡന്റ് മുമ്പ് എല്ലാം സ്ലോ മോഷൻ. ഇങ്ങനെ ഒരഞ്ഞു പോകുന്നത് പയ്യെ. നമുക്ക് എല്ലാം ഇങ്ങനെ നോക്കാം, സ്ലോ മോഷൻ എല്ലാം കാണും. ആ ഒരു സെക്കൻഡ് എനിക്ക് ഞങ്ങളെ കൊച്ചിൽ ഇതുപോലെ ആക്സിഡന്റ് പറ്റിയിട്ട് എനിക്ക് അപ്പുറത്തുള്ളവനാ വീഴുന്നത്. ഞാൻ പക്ഷെ ഇതുവഴി പോവാ. എനിക്കും സ്ലോ മോഷനായി. അവൻ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞെല്ലാം പോകുന്നത്. എനിക്കെല്ലാം നല്ല ടൈം എല്ലാം സ്ലോ ആയി. നമുക്ക് ഇങ്ങനെ എല്ലാം അറിയാം. അത് ഞാൻ അന്ന് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ തല ഇങ്ങനെ പൊക്കിപ്പിടിച്ചു. കാരണം അത് നമ്മുടെ ഈ റിയാക്ഷൻസ് ഒക്കെ തന്നെ വരുന്നത്. അതൊന്നും നമ്മളൊന്നും ചേട്ടാ തന്നെ വരും ഇത്. അയ്യോ അതായിരുന്നു എൻ്റെ ആകെ. പിന്നെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ വേറൊരു കൂട്ടുകാരൻ്റെ ബുള്ളറ്റിനകത്ത് അത് ഇതുപോലെ എന്തൊരു പരിപാടി കഴിഞ്ഞിട്ട് ഞാനൊരു എൻ്റെ കോളേജ് ഇത് 2 കോളേജ് പഠിക്കുമ്പോഴാണ്. സ്കൂളിൽ പഠിച്ച ഒരു കൂട്ടുകാരനെ കണ്ട് അവനെ അവിടെ നിർത്തി സംസാരിച്ചു. എൻ്റെ കൂടെ വേറെ കോളേജ് പഠിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ അവനെ കണ്ട് അവിടെ നിർത്തി സംസാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ പയ്യെ കാര്യം പറഞ്ഞു വരുവാ. അപ്പം പണ്ട് ഞങ്ങളുടെ പന്തളത്ത് വിവരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവിടെ ഒരു KSRTC അതിൻ്റെ ഫ്രണ്ടില്ല. അപ്പോൾ അവിടെ ആൾ കൂടുതലായതുകൊണ്ട് പോലീസ് വന്നിരിക്കും. അപ്പോൾ ഒരു പയ്യനാ, അവൻ്റെ അമ്മയും കൊണ്ട് വന്ന. ഇവൻ ലൈസൻസ് ഇല്ല. ഇവൻ ഇത് ഈ പോലീസിനെ കണ്ടിട്ട് ചെക്കിങ് ആണെന്ന് വിചാരിച്ച് ഇവ പെട്ടെന്ന് എടുത്തു. ഇവ പഴയ ബുള്ളറ്റാ, മറ്റേ ഈ സൈഡ് ഇല്ല പോയില്ല, ഈ സൈഡിലല്ലയോ ബ്രേക്ക്. ഞാൻ ഈ സൈഡിൽ ചവിട്ട് വാങ്ങി അപ്പണാവുന്നത് നേരെ ഒരാക്റ്റീവ് ഇടിച്ച് കയറി ആക്റ്റീവ പൊടിഞ്ഞു പോയി. ബുള്ളറ്റിനൊന്നും പറ്റിയില്ല. ബുള്ളറ്റിന് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പഴയ ബുള്ളറ്റല്ലേ, എന്തോ സ്ട്രോങ് ആ സാധനം. അവൻ്റെ മറ്റേ എല്ലാം പൊടിഞ്ഞ് നാശമായി പോയി. അവൻ്റെ മറ്റേ നഖവും എല്ലാം പോയി, എല്ലാം മൊത്തം പോയി.
അവനാണെങ്കിൽ ലൈസൻസും ഇല്ല. അത് കണ്ടപ്പോഴത്തേക്ക് ഇവന്റെ കിളി പോയി. എനിക്കൊന്നും പറ്റിയില്ല. ഞാനിങ്ങനെ ഇടിച്ചിട്ട് പിടിച്ചോണ്ട് ഇങ്ങനെ ഒരുത്തരൊന്നും പറ്റത്തില്ല, ഏതൊരു ഒരുത്തരാ മുഴുവൻ പറ്റുന്നത്. എന്റെ പുറയിൽ അവൻ ഇരിപ്പുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും പറ്റില്ല. ഞാൻ ഇടിച്ച് കുറച്ച് നീങ്ങിയെന്ന് തോന്നുന്നു. ഇടിച്ചിട്ട് ഞാനിങ്ങനെ ബുള്ളറ്റ് പിടിച്ചോണ്ട് നിൽക്കുക. ഇത് ആക്റ്റീവയുടെ മണ്ടയ്ക്ക് കയറി നിൽക്കുക. അത് മൊത്തം പൊടിഞ്ഞു പോയി. ഇത് എന്നാ മെയിൻ വേറിട്ടത് പട്ടിയാണിത്. ഈ പട്ടിക്കും പൂച്ചയുടെ ഒരു മെയിൻ പരിപാടി. ഒരു ദിവസം പാമ്പ് കയറി പോയിട്ടുണ്ട്. ഞാനെന്നിട്ട് കാലെല്ലാം പൊക്കി വരെ കാലും മറ്റേ ഹാൻഡിലെ പാമ്പ് കയറിയാണ് തെന്നത്. ഇത് തന്നെ അങ്ങ് പോകും. ഇന്ന് നേരത്തെ അലഞ്ഞിരിക്കും. അത് ഇതുപോലെ ഒരു പ്രാവശ്യം ഞാൻ കാറും കൊണ്ട് ഒരു ഇതിനെ ഇടിച്ചു കേട്ടോ, ഈ പട്ടിയെ. ഈ ഞാനിങ്ങനെ മറ്റേ എറണാകുളത്ത് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അവിടെ ഒരു IT ഫീൽഡ് ഇത് കയറിയിട്ട് പിന്നെ എനിക്കത് മടുത്തപ്പോൾ ഞാൻ അവിടെ ക്യാബ് ഓടിച്ചു. എന്നിട്ട് ഞാൻ അപ്പോൾ അതിങ്ങനെ പോയി ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് എങ്ങനെങ്കിലും വന്നാൽ മതി. രാവിലെ ഉറക്കം വന്നിങ്ങനെ വരുവാ. ഒരു മറ്റേ വെറിട്ടോ ഉണ്ടല്ലോ, ലോകന്റെ ഇത് മാറ്റി ഇറക്കിയത് ആ വണ്ടി കത്തിച്ചു വരുവാ കേട്ടോ. ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടെ നിന്നാന്ന് അറിയാതില്ല, ഒരെണ്ണം വന്ന് ഓരോറ്റ പാമ്പ് കണ്ടില്ല. പട്ടി ഈ പട്ടിക്കുള്ളത് ഇത് റോഡിലെങ്ങും ഒന്നുമില്ല, എല്ലാം കാലിയാ. ഇതേതോ ഒരു ചെറിയൊരു ഇടവഴി നിന്ന് നേരെ ഒരു ഒറ്റ ക്രോസ് ഈ റൈറ്റ് സൈഡിലത്തെ ബമ്പർ എഴുതിയില്ല, ഹെഡ്ലൈറ്റും ബമ്പറും എല്ലാം കൂടെ ഓടിഞ്ഞ് പട്ടി സീന. ഇതിനൊന്നും പറ്റിയില്ല. ഇതിന് മോങ്ങിക്കൊണ്ട് കുറച്ചേരം അതുവഴി നടന്നു പോകുന്നു. ഇതിനാണെങ്കിൽ ഒന്നും പറ്റിയില്ല. ഈ സാധനം എല്ലാം കൂടെ ഒടിഞ്ഞു പോയി മൊത്തം ഒരു സൈഡ്. എന്തോ ചെയ്യോ, എത്ര രൂപ കൊടുക്കണം അതിന്? പട്ടി ഇതിനെ വന്ന് ഇടിച്ചിട്ടങ്ങ് പോയാ പട്ടി. ഇതുപോലെ പ്ലെയിൻ ഓടിക്കുമ്പോ പ്രാവ് വന്ന് ഇതിനൊക്കെ വേറെ പണിയൊന്നും. ഈ അത് എനിക്ക് തോന്നുന്നു നിനക്കും ഈ സെയിം റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് കുറച്ച് കൊച്ചിലാണെങ്കിലും കുറച്ച് പ്രായം കൂടുതൽ തോന്നിയുള്ളൂ. ഇപ്പൊ എല്ലാ പരിപാടിക്കും ബിവറേജിൽ പോകുന്നു. നീ ആന്ന് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ബിവറേജിൽ പോകും. പേരറിയത്തില്ല ഒന്നിന്റെ, ആകെ ഒരെണ്ണത്തിന്റെ പേരറിയാം. ജവാനല്ലേ, എനിക്ക് ആകെ അറിയാം MH അറിയാം. നേരെ ചേട്ടാ ഒരു MH ഇല്ല മോനെ, കുട്ടിക്ക് മുല്ല് വേറെ അടുത്ത് തന്നെ പറയും. പുറകെ നിറച്ച ആൾക്കാര് നമുക്ക് കിടന്ന് മറ്റേ തിത്തേ കളിക്കാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ ഇങ്ങനെ നോക്കും, ദൈവം വേറെ ഏത് പറയും. വേറൊരോട് അറിയാം മാജിക് മൂമെന്റ്സ്. ചേട്ടാ മാജിക് മൂമെന്റ്സ് ഉണ്ട്. ഉണ്ട് എടുത്തു. ഏതാ ലിറ്ററോ മറ്റേ ഏതേലും തരാൻ പറയും. അപ്പൊ ഭയങ്കര കൺഫ്യൂഷൻ, നമുക്ക് പിടയ്ക്കാൻ തുടങ്ങും. ദൈവം ഇനി ഏത് പറയും, കൺഫ്യൂഷൻ ആയാലും ഏതെടുക്കും. പിന്നെ ആദ്യമായിട്ട് പോകുമ്പം ഒരു ഇതാ നമ്മള് മറ്റേ പേടിച്ചിട്ടൊക്കെ വീട്ടുകാരായാലും ഹെൽമെറ്റ് ഒക്കെ. പക്ഷെ ഞാൻ ഹെൽമെറ്റ് ഒന്നും വെച്ച് പോയില്ല. ഞാൻ നേരെ കൂടായിട്ട് വെച്ചൊന്നും പോയില്ല. ഞാൻ നേരെ പോയി. നമ്മൾ അങ്ങനെ പോകുമ്പോഴായിരിക്കും ചിലപ്പോ ആരെങ്കിലും കാണുന്നത്. നോർമലായിട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഓക്കെ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഞാനേത് പറഞ്ഞില്ലേ എന്റെ ഒരു പല്ലു പോയ കൂട്ട, ഞാനിവനെ ആദ്യമായിട്ട് കണ്ട്. അപ്പൊ ആദ്യമായിട്ട് കുളമെല്ലാം പോയി കണ്ടെല്ലാം പോവാ. തിരിച്ചു വന്നിട്ട് അവനവൻ്റെ വഴി എൻ്റെ വഴി. ഞാൻ കുപ്പിയിടയ്ക്ക് ഇതുപോലെ ബിവറേജ് ഞാനിങ്ങനെ പോകുന്നത് നടന്നു വന്നരുത് കടല് ഞാൻ പിടിച്ചു. അറിയാവുന്ന ആരോ പിടിച്ചു. നാട്ടിലറി. ഞാൻ തിരിഞ്ഞു നോക്കി ഇവനാ. ഞാന് കൈ നിറച്ച ബീറൊക്കെ ഞാൻ കുപ്പിയുടെ ഞാൻ അതിനെ തന്നെ വന്നു. പിന്നെ അമ്മ കമ്പനി വന്നു. ഓക്കെ, ഇനി നമ്മള് ഒരുമിച്ചായിരിക്കും. ഞാനാ വിളി ഞാൻ ഞെട്ടിപ്പോയി. ദൈവം ഇതാരെന്റെ വിളി. അതുപോലെ ഈ നമ്മളങ്ങോട്ട് ഈ പണ്ടൊക്കെ അങ്ങോട്ട് ബ്യൂറോയിലോട്ട് കയറി ചെല്ലുമ്പോ അവിടെ അറിയാവുന്ന നാട്ടിലെ ഏതെങ്കിലും നായിന്റെ കാണും. ഇങ്ങനെ ഇരിപ്പുണ്ടായിരിക്കും മറ്റേ സൈഡിൽ കുപ്പി വാങ്ങിക്കാൻ വേണ്ടിട്ട്. പിന്നെ ഇത് കണ്ട് പിന്നെ രണ്ടും കൽപ്പിച്ചുള്ള പോക്ക. ഇതുപോലെ ബാറിലൊക്കെ പോകുമ്പോ മറ്റേ ഇരുട്ടത്തായിരിക്കും, ആരും കാണരുത്. ഞാൻ പോകും മറ്റേ ഞാൻ ഈ പല്ലു ഇവൻ തന്നെ ഞങ്ങൾ ആദ്യമേ കയറുന്ന മറ്റേ നല്ല ബാറില്ലേ, KC ബാർ. അപ്പൊ ഇത് എല്ലാ ഹോട്ടലിലും ഒരു കൂറ ബാറ്, ഒരു നല്ല നല്ല ബാറിലാണ് നമ്മളൊക്കെ പോകുന്നത്. അവിടെ അടിച്ച് കാരണം മറ്റേത് ലോക്കൽ സീൻ, തറ സീനാ. കേറുമ്പോഴെ മറ്റേ വാളും നാറ്റവും മറ്റേ വിഷയം. നമ്മൾ ആദ്യമേ നല്ല ബാറ് കേസി അടിച്ച് കൂറയാവും, നേരെ താഴോട്ടു. കാരണം ജവാനൊന്നും മേളിൽ കിട്ടത്. അവിടെ ചെന്നിട്ട് എങ്ങനെയാലും മറ്റേ പൈസ സെറ്റ് ചെയ്യും.
ജമാൻ അന്ന് 50 രൂപ, ഒരു സോഡ 10 രൂപ, ഒരു പുഴുങ്ങിയ മുട്ട, 120 രൂപയിൽ കാര്യം ഓക്കെ. അത് ഇവിടുന്നേലൊക്കെ സെറ്റ് ചെയ്യും. ഒറ്റ വൈകി കയറി പോകും. എന്നിട്ട് നേരെ പോയി ചേട്ടാ 2 ചുവ, ഒരു സോഡ, ഒരു പുഴുങ്ങിയ മുട്ട. ഈ സാധനം അപ്പൊ ഏറ്റവും വിറ്റാണ് പോകുന്ന വഴി കുറെ അച്ചായന്മാരൊക്കെ ഇങ്ങനെ പാമ്പുകളാണ് നിലത്ത് അവിടെയൊക്കെ കിടപ്പുണ്ടത്. മോനെ നമ്മളവർക്ക് എണ്ണിപ്പിക്കാനായിരിക്കും, ഒരു പെഗ് മേടിച്ചു തരാമോ, നമ്മളെടുക്കാൻ ഒരു പെഗ് മേടിച്ചു തരാമോ, അവരെണ്ണീക്കണ്ട, നിലത്ത് കിടന്നാ മതി. അയ്യോ. പിന്നെ ടച്ചിങ് സൈഡ് ചിലപ്പോ മറ്റേ കടലൊക്കെ തരാം, എനിക്ക് ഇഷ്ടമില്ല. വീട് ചാടിക്കാൻ ചില ഹോട്ടലിൽ ബാറിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടച്ചിങ് നല്ല ചിക്കൻ ഫ്രൈ, കപ്പ കിട്ടും ചില ഭാഗത്ത്, കപ്പ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഒക്കെ തരും അവന്മാര്. നല്ല അത് നൈസ് സാധനം. മറ്റേ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നിനക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റേ ചെറിയ 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 പീസായിട്ട് അവന്മാര് ഇതിട്ടിട്ട്. പക്ഷെ ഈ പുഴുങ്ങിയ മുട്ടയും കപ്പ ബിരിയാണിയും കിട്ടുന്ന മാറുക കടലായിരുന്നവന്മാരെ കാണല് കളല്. പിന്നെ നല്ല പറഞ്ഞാല് കൂടിയ പാറാണ് തണ്ണിമത്തൻ, പൈനാപ്പിൾ, ഇതൊക്കെ അത് കൂടിയ പാറ്. ഇതും കിട്ടും കേട്ടോ, ചിക്കൻ ഫ്രൈ കിട്ടും. എനിക്ക് ഓർമ്മയില്ല ഏത് ബാറാന്ന് ഓർമ്മയില്ല. ഞങ്ങൾ ഇതുപോലെ കൂട്ടുകാരോടെ പോയ ഒത്തിരി പേരൊന്നും, ഞങ്ങൾ 2-3 പേര് പോയത്. ഇതുപോലെ നമ്മളെ ഈ കടയിൽ പോകത്തില്ല തട്ടുകള്, മറ്റേ പൊറോട്ടയുടെ ചാറും പൊരിയും, കുറച്ചുകൂടെ പൊരി, ഇനി പൊരിയൊന്നുമില്ല വളാതെ. അപ്പൊ ഈ ചാറ് അറിയാതൊരു കഷ്ണമൊക്കെ അതിനകത്തോട്ട് രക്ഷപ്പെട്ടു, അവന് പീസ് കിട്ടും. മറ്റേ ബീഫിന്റെ ചാറ് ചോദിക്കുമ്പോ എപ്പോഴും ഒരു കഷ്ണം, മറ്റേ വല്ല കുടലോ വയറൊക്കെ ആയിരിക്കും, അതൊക്കെ. പിന്നെ ചിലവന്മാര് സാമ്പാർ ഒഴിച്ചു തരും, അതെനിക്ക് ഇഷ്ടമല്ല. സാമ്പാർ പൊടി ഇട്ടൊരു ചാറ് അങ്ങോട്ട് ഉണ്ടാക്കും. ചേട്ടാ 4 പൊറോട്ട, കറി എന്നാ മോനെ, കറി ഉണ്ട, ചാറ്, ചേട്ടാ പൊരി. അതുപോലെ ഈ എറണാകുളത്തേക്ക് സമയത്ത് ഞങ്ങക്ക് ഫുഡിന്റെ ഒക്കെ കണക്കല്ലയോ, രാവിലെ മറ്റേ പ്ലേയേഴ്സും എല്ലാം അതേ ഉള്ളു, അല്ലെങ്കിൽ മിനിഗോൾ. പിന്നെ ഉച്ചയാവുമ്പം നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാണും, നിനക്കോ ഒരു മിനി ഗോൾഡുണ്ട്, കട്ട് വലിക്കും, ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഉച്ചയാവുമ്പം അല്ല ഉച്ചക്ക് രാവിലത്തേത് ഉച്ചക്കത്തൂടെ ഉച്ചക്കായിരിക്കും. ഒരു 3 മണിയാവും, 2-3 മണിയാവുമ്പോഴത്തേക്ക് ഞങ്ങൾ പനമ്പള്ളി അറിയില്ല, ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അവിടെ അടുത്ത് ഒരു മറ്റേ കുടുംബശ്രീ ചേച്ചിമാരാണെന്ന് തോന്നുന്നു, കുറെ ചേച്ചിമാരും നടത്തുന്ന ആടെയാണ്. 45 രൂപ ഒരു ഊണ്, ചോറ്, അതിന്റെ കൂട്ടത്തിൽ മീൻചാറും കാണും. ചോറും മറ്റേ മീൻചാറും, ചിലപ്പം മീൻചാറ് ഫിക്സാ, മീൻചാറ് എന്തായാലും ഉണ്ട്. മീൻചാറ്, സാമ്പാർ, അല്ലെങ്കിൽ മീൻചാറ് മോര് കറി, മീൻചാറ് അല്ലെങ്കിൽ രസം വരുന്ന ദിവസം മീൻചാറും രസവും മടുപ്പാ. പക്ഷെ സാമ്പാറും മോര് കറി നല്ല അടിപൊളിയാ, ശരീരത്തിനൊക്കെ സന്തോഷം എന്തെങ്കിലും തിന്നാൻ കിട്ടും. പിന്നെ 100 രൂപ ഉണ്ടെങ്കിൽ നിനക്ക് ഒരു ഊണും ഒരു മീൻ വറുത്തതും സെറ്റ് ആയിട്ട് കഴിയും. നല്ല നെയ്മീനിന്റെ ഇതാന്ന് തോന്നുന്നു, നെയ്മീനോ എന്തോ ഒരു മീനൊക്കെ കിട്ടും. അന്ന് ഏതാ 2010, 18, 19 ആ സമയത്ത്. ഈ മറ്റേ ചില ഊണുകടയുണ്ട് അവിടെ നല്ല മത്തി വറുത്തതും ഇത് കക്കയിറച്ചി. അത് ഈ പഴയ മറ്റേ പണ്ടത്തെ ഓടിട്ട ഒരു ചെറിയ ഒരു ടി വി, ചെറിയൊരു വർക്ക് ചെയ്യാത്ത ടി വി, ഒരു റേഡിയോ എന്തെങ്കിലും. പിന്നെ മറ്റേ പഴയ ബെഞ്ചും, പഴയ നമ്മളെ ക്ലാസ്സിൽ ഇരിക്കുന്ന ബെഞ്ചും കേട്ടിട്ട് അവിടെ ആ വാഴയിലൊരു ഊണും നല്ല ടേസ്റ്റ് അവിടുത്തെ ഫുഡൊക്കെ. അതിന്റെ രസം എന്നാ പറയുക, നമ്മളിങ്ങനെ പിള്ളേരായിട്ടൊക്കെ ട്രിപ്പിൾസ് ഒക്കെ അടിച്ച് പോയി അതൊക്കെ. ഞാൻ കുറെ നാൾക്ക് ശേഷം ഞാൻ അങ്ങനെ ഒരു കടയിൽ പോയി കഴിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2022 ഞാൻ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരോട്ട് പോകുന്ന വഴിക്ക് ഇതുപോലെ എനിക്ക് ഇങ്ങനൊരു കടയിൽ കയറണം എന്നുവെച്ചാൽ. മറ്റേതൊക്കെ എറണാകുളത്തൊക്കെ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മറ്റേ അങ്ങനത്തെ ഇതല്ലയോ. കറക്റ്റ് ഇതുപോലെ എവിടെയോ എനിക്കിപ്പോഴും ആ ജംഗ്ഷൻ ഓർമ്മയില്ല, ഏതാ പേര് ഒന്നും ഓർമ്മയില്ല. കറക്റ്റ് ഒരു കട, നല്ല അയില വറുത്തതും, നല്ല ഊണും, നല്ല മറ്റേ കുത്തരി ചോറുണ്ടല്ലോ, ചോറ് വീട്ടിലൂണല്ല, മറ്റേ ഈ പറഞ്ഞ സെറ്റപ്പ്, നല്ല വാഴയിലക്കകത്ത് എന്തോ സാമ്പാറൊക്കെ നല്ല വെള്ളം വരുന്നു, മറ്റേ കിഴങ്ങൊക്കെ ഇങ്ങനെ നല്ല പൊടിഞ്ഞു ഇങ്ങനെ പിടിക്കും. നല്ല കട്ടി സാമ്പാർ, നല്ല മീൻ, നല്ല അയില വറുത്തു. ഞാനൊരു 2-3 തവണ ചോറും വാങ്ങിച്ചു. ചില സ്ഥലത്ത് ആ മീനിന്റെ കൂടെ ഒരു കുറച്ച് സവോള ഉണ്ട്, അതൊരു പ്രത്യേക ടേസ്റ്റ്. ഇന്നലെ ഇരുന്ന സവാള അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സവാള. ഒരു 2-3 പ്ലേറ്റ്
കാന്ത സവോള അല്ല നമ്മൾ എനിക്ക് ഇന്നേരെ ഇത്ര സവോള ഒരു സ്ഥലത്ത് കറിക്കരിയാൻ വെച്ചാണ്ടോ അത് നല്ല നൈസായിട്ട് അവന്മാര് കട്ട് ചെയ്തിരുന്നത്. മറ്റേ നമ്മൾ ഇവിടെ കിട്ടുന്നതാണെങ്കിലും ഇച്ചിരി കനമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ മറ്റേ ഭയങ്കര സ്ലിം സാധനം. സവോള എന്തിന്റെ കൂടെ കുറച്ച് എന്തെങ്കിലും നാരങ്ങ പിഴിഞ്ഞോ അല്ലെ വിനാഗിരി ഒക്കെ ഇട്ട് മിച്ചറും സവോളയും കഴിച്ചിട്ടുണ്ടോ? മിച്ചറിനകത്ത് സവോള അടിപൊളി ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. എന്നിട്ട് അതിനകത്തോട്ടൊരു ശകലം നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞാൽ സെറ്റ്. സവാള അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കഴിക്കാൻ തോന്നത്തില്ല, ഇങ്ങനെ ഒരു ടേസ്റ്റ്. സവാള തന്നെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ്, കഴിക്കാൻ ഭയങ്കര എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നൈസാണ്. അതുപോലെ മറ്റേ എറണാകുളത്ത് നമ്മളെ നിനക്ക് വരാപ്പുഴ അറിയാവോ? സ്ഥലം അറിയാം? അമൃത ഇല്ലേ? അമൃത കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഒരു വലിയ പാലമുണ്ട്. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ താഴെ ഒരു കടയുണ്ട്. അതും ഇതുപോലെ ചേച്ചിമാരായിരുന്നോ, അവർക്ക് ഭയങ്കര കച്ചവടം അവിടെ ഇതുപോലെ ഉച്ചയാകുമ്പോൾ പോയി നമ്മൾ ക്യൂ ഒക്കെ നിൽക്കണം. എന്നുവെച്ചാൽ അതുപോലെ സ്ഥലമുണ്ട്, ഭയങ്കര സ്ഥലമുണ്ട്, അവിടെ ക്യൂ നിൽക്കണം. അവിടെ ഇതുപോലെ മറ്റേ പ്ലേറ്റിനകത്ത് അവർ ഈ മീനിന്റെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നമ്മൾ ഏത് വേണമെന്നുള്ളത്. അവിടുത്തെ ഊണ് അടിപൊളി ഊണ്, 70 രൂപയുള്ളൂ ഊണിന്. അത് നല്ല ഊണ്, അവിടുത്തെ നല്ല ഊണും. അവിടെ ഇതുപോലെ നല്ല മീൻചാറും നല്ല മോര്, അവസാനം ഒരു പായസം കിട്ടും. അവിടുത്തെ എല്ലാ ഫുഡും അടിപൊളിയാണ്. അവരുടെ കൂടെ അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ കപ്പ ഭയങ്കരമായിട്ട് കലങ്ങിയ ഒരു കപ്പ കിട്ടും. എന്നുവെച്ചാൽ അത് ഇച്ചിരിയുടെ മറ്റേ തിക്ക് ഗ്രേവിയാണ്. കപ്പ വേവിച്ചതല്ല, തിക്ക് ഗ്രേവിയാ സാധനമാണ്. അത് ഈ ചോറിനകത്തോട്ടിട്ട് ആ മോരും പച്ചമോരും ആ മീൻചാറും കൂടി ഇട്ട് കുഴച്ചൊരടി മോനെ ഇതെല്ലാം കൂടെ ഇങ്ങനെ അളിച്ചെടുക്കാം. ഇവിടെ ഉള്ളവർക്ക് ഇത് അറിയത്തില്ല. ഇവിടെ ഉള്ളത് മറ്റേ ഇത് പിന്നെ ഉജ്ജയിനിൽ പോയിട്ട് അവിടെ ഒരു ഹോട്ടലിൽ കയറി. അവിടെ ഇവിടുത്തെ ബനാന ലീഫ് എന്ന് പറയുന്നത് അവിടെ. അപ്പം ഞാനിങ്ങനെ മസാല ദോശ കഴിച്ചോണ്ടിരിക്കുക, നമ്മളെ മറ്റേ കുഴച്ചടിച്ചോണ്ടിരിക്കുമല്ലോ. അപ്പുറത്ത് ഒരു ഫാമിലി ഒരു ടീം വന്നിരുന്നിട്ട് ഭയ്യ ഏക്ക് മസാല സെപ്പറേറ്റ്, എന്നിട്ട് മറ്റേ ഫോർക്കും സ്പൂണും കൊണ്ടൊക്കെയാണ് കഴിക്കുന്നത്. എങ്ങനെ ഇവരെ കഴിക്കുന്നത്? ഇവിടെയാണ് നമ്മളിങ്ങനെ കുഴക്കും, മറ്റേ ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചാടിയൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തെറിച്ചൊക്കെ. നമ്മളിതാ തിന്നുന്നോട്ട് അമ്മാർക്കാരുടെ സന്തോഷം. ഇതിന് അതെ ഞങ്ങളുടെ സ്ഥലത്ത് ഇത്ര ടേസ്റ്റ് ഉണ്ട്. അയ്യോ, മറ്റേ ലീവിന് പോയവരൊക്കെ വിളിക്കോ, രണ്ടോമാര് വന്നിട്ടുള്ളു, നീയൊക്കെ തിരിച്ച് പണി കയറ്. മറ്റേ അതുപോലെ ഇവിടെ ആണെങ്കിലും ഓരോ ആഹാരം കഴിക്കുമ്പോൾ എല്ലാരും മറ്റേ സ്പൂണും ഫോക്കും യൂസ് ചെയ്താ അവര് കഴിക്കുന്നത്. എനിക്കത് മനസ്സിലാവുന്നില്ല. എനിക്കത് കൊണ്ട് യൂസ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പം വല്ലോ അങ്ങനത്തെ ഡിഷാണ് കുഴപ്പമില്ല. പക്ഷെ എന്നാല് വേറെ നമ്മുടെ സാധനം ഫുഡ് ഉണ്ടെങ്കിൽ എനിക്ക് പറ്റത്തില്ല സ്പൂണും ഫോർക്കൊന്നും ഉപയോഗിക്കും. ചുമ്മാ അത് വരും പട്ടിഷോ പണ്ട് ഇല്ല കുഞ്ഞുനാളിലൊക്കെ പോകുന്ന സമയത്ത് മറ്റേ ഈ 5 സ്റ്റാർ ഹോട്ടലൊക്കെ പോലും വീട്ടുകാരുടെ കൂടെ അവരുടെ പോയിട്ടുള്ളല്ല 5 സ്റ്റാർ തട്ടുകട നമ്മളെല്ലാം മറ്റേ തട്ടുകട തെറ്റല്ലോ. അവരൊക്കെ പോകുമ്പം ഈ നമ്മളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ടേബിൾ നോക്കുമ്പോൾ എല്ലാവരും മറ്റേ ഫോർക്കും, നാട്ടിലെ ഫോർക്കും സ്പൂണും ഒക്കെ യൂസ് ചെയ്യുക. നമ്മളിത് മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും വാരി തരാവും. അതിനപ്പുറത്തോട്ട് നമുക്ക് അറിയത്തില്ലല്ലോ. ഇത് കാണുമ്പോ നമ്മളും ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഈ ഇത് എടുത്ത് അങ്ങോട്ട് ആദ്യം തുടങ്ങും. കുറച്ച് കഴിയുമ്പോ ഇത് 2 സ്പൂൺ പറ്റത്തില്ല, മതി ഉള്ളിലെ ഫ്രോഡാവാം. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല, അത് ഫ്രോഡാവും. എനിക്ക് മറ്റേ സ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെയാണ് അതാ ഇഷ്ടം. അങ്ങനെയുള്ള അങ്ങനെ തിന്നാൻ പറ്റത്തില്ല, കൈ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. ഈ നമ്മുടെ നാട്ടിലെ ചോറും ഈ ദോശയും ഇതൊക്കെ എങ്ങനെ നീ അന്ന് പറഞ്ഞു, നീ അല്ലേ പറഞ്ഞു മറ്റേ അപ്പം കടല ഇടിയപ്പം സ്പൂണും പോർക്കും വെച്ച് കഴിച്ചത് എന്നാ ചെയ്യണവന് ഇടിയപ്പം. ആദ്യം പറഞ്ഞാൽ അവർക്ക് കഴിക്കാൻ അറിയത്തില്ല. ഇവിടെ ഉള്ളവർക്കൊന്നും ഫുഡ് എങ്ങനെ കഴിക്കാൻ നമ്മളിത് പറഞ്ഞാന്ന് എനിക്ക് തോന്നുന്നു. ആണോ? കഴിഞ്ഞ വീഡിയോയില് മറ്റേ കുഴച്ച മറ്റേ ദോശയും മുട്ടയൊക്കെ ഇട്ട് കുഴച്ചതിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ എന്നാലും ഫുഡിന്റെ കാര്യം വരുമ്പോ ഒരു വികാരമാണല്ലോ. പൊറോട്ട, ബീഫ്, പഴംപൊരി, ബീഫ്, ചോറും മത്തി വറുത്തതും മോരും പപ്പടവും ആ ഒരു അവിയലും ഇതുണ്ട്. ഓക്കെ, ഒരു അവിയലൂടെ അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സെറ്റില്ല.
ഇത് നമ്മളെ കൊണ്ടൊന്നും ഇനി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കാലം കഴിഞ്ഞു. നമ്മുടെ അച്ഛന്റെ അമ്മയുടെ ജനറേഷനൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് തീർന്നു. അത് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമുക്ക് ഈ പ്രായം കുറച്ചായാലും ഇതിനോടുള്ള ഇഷ്ടം കൂടത്തുള്ളൂ. ചെറുപ്പത്തിൽ തോന്നുന്നില്ല. എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടം. എനിക്കും പണ്ട് തൊട്ടേ ഇഷ്ടമാ, പക്ഷെ ഇപ്പൊ കൂടുതൽ ഇഷ്ടമാണ്. ഇപ്പൊ നമ്മൾ അത് കഴിക്കുന്നില്ലല്ലോ അങ്ങനെ. ഇപ്പം മറ്റേ വീട്ടിലോട്ട് ചെല്ലുമ്പോഴല്ലയോ വീട്ടിൽ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഫുഡിന്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാക്കിയത്. മറ്റേന്ന് പറഞ്ഞാൽ എപ്പോഴും ഇത് തന്നെ കഴിച്ചോണ്ടിരിക്കുമല്ലോ. മറ്റേന്ന് പറഞ്ഞാൽ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും ചോറ്. ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ രാവിലെ ഈ ഇന്നലെ ഉണ്ടാക്കിയ ബിരിയാണി ബാക്കിയാണ്. എനിക്ക് മറ്റേ രാവിലെ ഇഡ്ഡലി ആസാണ് എനിക്ക് വേണ്ട, ഇന്നലത്തെ ബിരിയാണി ചൂടാക്കി തരും. അതെ, ആ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് പുറത്തുനിന്ന് എങ്ങൊന്നും കിട്ടുന്നില്ല. നമ്മുടെ വീട്ടിൽ പട്ടിയില്ല, അപ്പൊ പട്ടി ഇങ്ങനെ കുഴത്തില്ല. അപ്പൊ നമുക്ക് കാണുമ്പോ സത്യം കൂതി ഈ മയിലിനെ ഒന്ന് കൊടുക്കണം. അതൊരു ഇടയ്ക്കൊരു സമയത്ത് ഞാൻ വീട്ടിൽ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് കഴിക്കാൻ മീനും കോപ്പൊന്നും കാണത്തില്ല. ഇത് പട്ടിക്ക് വേണ്ടിട്ട് ഇവിടെ വാങ്ങിച്ചോണ്ട് വെക്കുന്ന മീനും അത് ഇതെല്ലാം എടുത്ത് മറ്റേ പട്ടിക്ക് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം കൂടെ എടുത്ത് വെട്ടി എത്ര തവണ അടി ഉണ്ടാക്കിയിട്ടുണ്ടോ അറിയോ. അമ്മ വീട്ടിൽ ഇങ്ങനെ കുഴച്ചോണ്ട് പോകുന്നതാണ്. ഇവനിത് കൊടുക്കണം, ഇവൻ ഇതിന്റെ ആവശ്യമുണ്ടോ. അതുപോലെ ചിക്കൻ കൊണ്ടുവരുമ്പോ ചിക്കനകത്തൊന്നും എടുത്തോണ്ട് പോകും. ഈ പട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ ശ്വാസം വിടുന്നവരെ അതിന് തീർന്നു. ചവയ്ക്കുന്ന പോലെ ഇറക്കുക. അതാ, അത് ചവയ്ക്കത്തൊന്നുമില്ല, രുചിയൊന്നും അറിയുന്നില്ല. ആക്രാന്തം കാരണം അതുങ്ങൾക്ക് മറ്റേ ഇത്രയും മറ്റേ വിഭവ സമൃദ്ധമായിട്ട് സാധനം കുഴച്ച് കൊണ്ട് കൊടുക്കുന്നത്. ഞങ്ങളെ പട്ടിക്ക് ഒരു പഴം വരെ കൊടുത്തിട്ടുണ്ട്. പുട്ടും പഴവും അത് കൊടുക്കും കേട്ടോ. ബീൻസ് തോരൻ വരെ. നമ്മുടെ നാട്ടിലെ പട്ടി, വീട്ടിൽ വളർത്തുന്ന പട്ടികൾ ഇതെല്ലാം കഴിക്കും. മറ്റേ സദ്യ ബിരിയാണി വീഡിയോ കണ്ടിട്ടുണ്ടോ? സദ്യക്ക് ഒരു മുണ്ടാക്കി എടുത്ത് പട്ടി എന്റെ മറ്റേ വേറൊരു വീഡിയോ ഉണ്ടല്ലോ, റോഡ് വീലറിനായിട്ട് പാപ്പ തിന്നാൻ കൈകൊട്ട്, പാപ്പ ഡോറ പോലെ കൈകൊട്ട്, അമ്മടെ പോലെ കൈകൊട്ട്, അങ്ങ് അപമാനിക്കുക പട്ടീനെ. പട്ടീനെ അങ്ങ് നാളം കിടന്നു. ഞാൻ റോഡ് വീലറാ പറഞ്ഞിങ്ങനെ നിൽക്കുക. ഈ പട്ടിയൊക്കെ എന്നെ വിറ്റാണ്. ഈ ഇതിലെ ഇൻസ്റ്റാഗ്രാമിലെ ഇതുപോലെ ഓരോരോ വീഡിയോസ് വരും. ഇതിങ്ങൾ ചില എക്സ്പ്രഷൻസ് കാണുമല്ലോ ഇതിങ്ങളുടെ. അത് മറ്റേ റിയൽ സാധനമാണ്. എനിക്ക് പട്ടി കള്ളത്തരം കാണിക്കുമെന്ന് നോക്കിക്കോണം. അത് ഇങ്ങനെ ഒരു നോട്ടം ഉണ്ട്, മറ്റേ കണ്ണിങ്ങനെ സൈഡിലോട്ട്. എന്നെ തന്നെയാണോ നോക്ക, ആ പിടിച്ചോ, ഇവർക്ക് മനസ്സിലായെന്നാ തോന്നുന്നത് എന്നുള്ള രീതിയിൽ. പിന്നെ ചിരിക്കുന്ന പട്ടി അടക്കിയിരുന്ന് ചിരിക്കുക കഴിഞ്ഞു തന്നെ ഓർത്ത്. വായിക്കോട്ടെ വിടത്താനിട്ടുണ്ടോ പട്ടി. പട്ടിയുടെ ഒക്കെ കളി ചില സമയത്ത് കണ്ട് എന്നെ കോമഡിയാണ്. ഈ പട്ടിയില്ലേ ചില സമയത്ത് മറ്റേ ബാത്റൂമിൽ പോയി കഴിയുമ്പോഴത്തേക്കും ഇതിന് മറ്റേ ക്ലീൻ ചെയ്യാൻ കയ്യില്ല, ഇങ്ങനെ ഇരുന്നിട്ടൊരു കല്ലിനകത്ത് ഓരത്തോണ്ടൊരു പോക്ക്. അതും മറ്റേ ബൈക്കിലൊക്കെ പോകുന്ന പോലെ പോകുന്നത്, ഇങ്ങനെ ഇരുന്നൊരു പോക്ക്. അയ്യോ, ഭയങ്കര സ്നേഹം പട്ടിക്ക്. പക്ഷെ അതേ സമയത്ത് പൂച്ച നായിന്റെ മോൻ പട്ടിയല്ല, പൂച്ച എന്തോ ആറ്റിറ്റ്യൂഡ്, അഹങ്കാരം. എന്നിട്ട് ഷിറ്റ് ചെയ്തിട്ട് കൊണ്ടുനാക്കി തുടങ്ങി. എന്നിട്ട് കൊണ്ട് തിന്നെ. മറ്റേ പട്ടിക്ക് വേണ്ടിതോ, പട്ടിക്ക് നമ്മളെ ചില്ലി ചിക്കനും ഇതൊക്കെ കൊണ്ട് കൊടുത്താലും അപ്പുറത്ത് ആരെങ്കിലും ദൂരിയിട്ടിട്ടുണ്ട്, അതിന്റെ പുറകെ പോകുന്നു. എനിക്കിത് മതി. പൂച്ച ഭയങ്കര വിഷയമാണ്. പൂച്ചേനൊക്കെ വളർത്തുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അത് ടെററാ ചില സമയത്ത് പൂച്ച. അടിക്കുന്ന തന്നെ അല്ല, ഇത് ചുമ്മാ വേറെ ആരെല്ലാം കണ്ടെങ്കിൽ ഞാൻ എന്റെ കൂടെ അങ്ങനെ പോകത്തില്ല. നമുക്ക് പൂച്ചേനെ ഈ ഡോറ് തുറന്ന് വെളി വിട്ടാലും കുറെ അതിന് വിവരമുണ്ട്.
പട്ടിക്ക് പൊട്ടന ഏതെങ്കിലും വണ്ടിക്ക് അടിയിലൊക്കെ പോകും. എനിക്ക് പേടിയാ വീട്ടിലെ പട്ടീനെ കളിയിലോട്ടോ. ഞങ്ങളുടെ വീട്ടിലെ പട്ടിയാണെങ്കിൽ മറ്റേ ഇത് കൂട്ടിനകത്താണല്ലോ, രാവിലെ വൈകിട്ടും എല്ലാം ഇങ്ങനെ ഇറക്കത്തുള്ളൂ. മറ്റേ ഇതിങ്ങനെ നോക്കിയായിരിക്കും, മറ്റേ ഫുഡൊക്കെ കൊണ്ടുവരാൻ നേരത്തെ ഇങ്ങനെ നോക്കി ഈ കഥ അങ്ങോട്ട് തുറന്ന് എന്തേലും ഒരു 2 സെക്കൻഡ് ഗ്യാപ്പ് ഇട്ട് ചാടും. ചാടി പിന്നെ പോയി ലോകം മൊത്തം കറങ്ങി ഒരു 2-2.5 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഏതേലും ചെളിക്കുഴിക്കകത്തൊക്കെ കയറി മൊത്തം അല്ലെ ഏതേലും പട്ടിയുടെ കടിയോ എല്ലാം കൊണ്ട്. ഈ കഴിഞ്ഞ തവണ ഇതുപോലെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഇതിനെ എന്നാ ചുമ്മാ കുറച്ചു നേരം ഇറക്കി കയറി നിർത്താന്ന് വിചാരിച്ച് ഇതങ്ങോട്ട് തുറന്ന് എനിക്ക് അബദ്ധം പറ്റിയതാ. എനിക്കിത് അറിയാമായിരുന്നു ചാടി പോകുന്നത്. ഞാനിതിങ്ങനെ തുറന്ന് തിരിച്ച് അടച്ചു വെച്ചേക്കുവാ, കുറ്റിയിട്ടില്ല. എന്നിട്ട് ഞാൻ മേളില് തൂക്കി ഇങ്ങനെ ഇട്ടേക്കുവാ. ഇത് മറ്റേ ഇതിന്റെ ഇത് എടുത്തപ്പോഴത്തേക്ക് ഇത് തള്ളി തുറന്നു ഒറ്റോ. പിന്നെ 4-5 മണിക്കൂർ അതിന്റെ കണ്ടാ വന്നപ്പോഴത്തേക്ക് ഒരു പട്ടിയുടെ കടിയൊക്കെ കൊണ്ടാവുന്നു. ഈ പട്ടിയെ നമുക്ക് അതിന് ഇത്ര സ്നേഹമുള്ള ഒരു ഫാമിലി ഉണ്ട്, 4 നേരം ഭക്ഷണം, വാതിലൊന്ന് തുറന്ന ഇറങ്ങി ഒരു പോക, ഇത്ര സൗകര്യങ്ങളുണ്ടായാലും ഇറങ്ങി ഓടണം. ഇതിനെ വിളിച്ചാ വരത്തൂല. അത് എത്ര വിളിച്ചാലും ഈ സാമാനം വരത്തില്ല. കളിക്കുകയെന്ന് ഞാൻ പിന്നെ കൂടും കൂടി ലാസ്റ്റ് വരും അല്ല പട്ടാന്നൊരു അടിയൊക്കെ കൊടുക്കും കേറപ്പണ. ഞങ്ങളതിനെ എത്ര അടി കൊണ്ടിട്ട് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഈ അടി കൊടുക്കുന്ന നമുക്ക് കാണോ ഇത് എത്ര അടിച്ചിട്ട് ഇതിന് പ്രത്യേകിച്ച് കട്ടിയുടെ മൂട് പോകുന്ന പോക്ക് വിശക്കും. കുറച്ച് കഴിയുമ്പോൾ അവിടെ എല്ലാം കടിച്ചു പറിച്ചത് ഉരുണ്ട കൈ വെക്കും. കാല വന്നിരുന്നു ഓരോ സെക്കൻഡിലും മൂട് മാറും. പക്ഷെ അങ്ങനെ ഈ പോവാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോൾഡൻ റിട്രീവർ ലാബ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അതിന് മടിയാ പോവാൻ, ഉറങ്ങുമായിരിക്കും ഫുൾ ടൈം. പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മറ്റേ വുൾഫായിട്ട് നടന്ന സാധനം ഇപ്പൊ അല്ല ഈ പട്ടികള് ഇപ്പൊ എന്താ വീട്ടിൽ വന്ന് ഇങ്ങനെ പൊട്ടൊക്കെ തൊട്ടിരിക്കും. അല്ല മറ്റേ കൈകൊട്ട്. ഈ പണ്ടത്തെ പട്ടിക്ക് മറ്റേ ഇതിനൊക്കെ പിടിച്ചു നിന്ന് അങ്ങനെ ചോദിച്ചു. ഇപ്പൊ അതിന് മറ്റേ വാരിക്കൊടുത്തില്ല തിന്നത്തില്ല. ചില പട്ടിക്കൊരു സൂക്കാണുണ്ടോ, അതിന് വാരിക്കൊടുത്തില്ല തിന്നത്തില്ല ചില പട്ടി. ചില സമയത്ത് വാരി കൊടുത്തില്ല തിന്നത്തില്ല. സീനാണ്. അതുപോലെ ഇതിന് പെട്ടെന്ന് ഡിപ്രഷൻ വരുന്നത്. നമ്മൾ പോയി വേറെ ഏതെങ്കിലും പട്ടിയൊക്കെ എടുത്തിട്ട് വരുവാണെങ്കിൽ പിന്നെ മിണ്ടത്തില്ല, പിന്നെ തലയിൽ പിണക്കവാ. അയ്യോ എന്തായാലും കൊള്ളാം. നമ്മൾ തുടങ്ങിയപ്പോ മറ്റേ ഇൻവെസ്റ്റിങ്, FD, പിന്നെ മീൻ വറുത്തതും പാട്ടി തീട്ടവും ഇതൊക്കെ അവസാനം. ഇപ്പൊ ഈ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ മറ്റേത് നമ്മളെ മറ്റേ ഇത് പോസിറ്റ് പറയണം. മറ്റേ FD ഒക്കെ തുടങ്ങി 6% റിട്ടേൺ. എനിക്ക് എപ്പോഴും പറ്റുന്നത് ഈ നമുക്ക് ഒഫീഷ്യൽ ഇതിനൊക്കെ പോകുമ്പോൾ ഇവർ മറ്റേ വലിയ കാര്യം ജോലിയെ പറ്റി ഇതൊക്കെ പറയും. എനിക്കറിയത്തില്ല. ഇത് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ പാർട്ടി എന്ന് പറയുന്ന ഒരു കൾച്ചർ ഉണ്ടാക്കി എടുത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിൽ നിന്ന് മാറി ഒരു ശകലം മനസ്സമാധാനം കിട്ടാൻ വേണ്ടിട്ടാ. ഇത് അവിടെയും വന്നിരുന്നത് ഇത് കുറെ എണ്ണമാണെങ്കിൽ നക്കാൻ അതിൻ്റെ ഇടയ്ക്ക് ഇത് മറ്റേ ഞാനിത് കുറെ പേര് ഫ്രണ്ട്സിന് അവര് ജോലി സ്ഥലത്തുള്ള ആൾക്കാർ ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുക, അപ്പൊ പിന്നെ വന്ന് എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ജോലിയുടെ കാര്യം പറയാം. അതെന്താ ഇത് അതിന്റെ ഇതാണ്, അത് ചെയ്യണം, നമുക്ക് ഇങ്ങനെയാതാണ്, അതൊക്കെ പണി ചെയ്യുമ്പോ ഒക്കെ അല്ലാതെ മാറിയിരിക്കും ഇതിനകത്ത് നമ്മൾ. എൻ്റെ ജീവിതമേ പണിയുന്നായിക്കൊണ്ടിരിക്കുക. പുള്ളിയൊക്കെ മറ്റേ 24/7 പണിഞ്ഞുകൊണ്ടേ ഇരിക്കുക. പണിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നിന്നു. അതെ, മൂട് പോയി FD-ലോട്ടായി.